ലത സജി വേൾഡിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാം ടേം മൂല്യനിർണ്ണയ പഠന പ്രവർത്തനങ്ങളിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. ഈ രണ്ടാമത്തെ യൂണിറ്റിലെ വായുവില്ലാത്ത കാലം എന്ന പാഠമായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത്. ഇനി അടുത്തതായിട്ട് കടങ്കഥ എന്ന ഭാഗമാണ്. കടങ്കഥ എന്ന ഭാഗത്തിൽ നമുക്ക് കൂടുതലായിട്ട് പറയാൻ പരീക്ഷയ്ക്ക് ചോദിക്കുക എന്നുള്ളത് അതായത് ഓരോ മാർക്കിൻ്റെ കടങ്കഥകൾ എന്തിനേലും നമുക്ക് അവർ തന്നിട്ട് അതെന്തിനെക്കുറിച്ചുള്ളതാണ്. ഇപ്പം ആന കയറാമല ആള് കയറാമല 1000 കാന്താരി പൂത്തിറങ്ങി അതിൻ്റെ ഉത്തരം എഴുതുക. അതല്ല എങ്കിൽ കടങ്കഥ തന്നിട്ട് പിന്നെ നക്ഷത്രങ്ങളെക്കുറിച്ച് കടങ്കഥ എഴുതുക. അതല്ലെങ്കിൽ അങ്ങനെ കടങ്കഥ തന്നിട്ട് അവയെക്കുറിച്ച് എഴുതുക എന്നുള്ള ആ രീതിയിലായിരിക്കാം പരീക്ഷയ്ക്ക് വരാൻ സാധ്യത. ഈ പാഠഭാഗത്ത് കടങ്കഥകൾ മാത്രമാണ് പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ കടങ്കഥയിലെ ഭാഷയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. കടങ്കഥയിലെ ഭാഷ എങ്ങനെയാണ് എന്നത് നമുക്ക് പക്ഷേ എങ്കിൽ മൂല്യനിർണ്ണയ പ്രവർത്തനമായിട്ട് വരാൻ അത് സാധ്യത കുറവാണ്. ആകെ വരാൻ സാധ്യത ഇതാണ്: 1-2 കടങ്കഥകൾ 1 മാർക്കിൻ്റെ ആവാം, ഏതാണെന്ന് ചോദിക്കുക. അത് മാത്രമായി ആണ് ഇതിൽ. പിന്നെ ഒരു കഥ ഇവിടെ കൊടുത്തിരുന്നു. ആ കഥ നമുക്കൊരു പിന്നെ പണ്ടത്തെ ഒരു അതായത് വരരുചിയുടെ കഥ, അതിൽ തന്നെയും 101 കറികൾക്ക് സാമ്യം വരുന്ന കറി, അതൊക്കെ അങ്ങനെ വരുന്നതാണ്. പക്ഷെ അതൊരു പഠന പ്രവർത്തനമായിട്ട് വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ കടങ്കഥകൾ കുറിച്ച് മാത്രമേ ഉള്ളൂ. ഇന്ന കടങ്കഥ അല്ലെങ്കിൽ നക്ഷത്രത്തെക്കുറിച്ച് അറിയാവുന്ന 2 കടങ്കഥ, പൂക്കളെക്കുറിച്ചുള്ളത്, അങ്ങനെയൊക്കെയുള്ളത് മാത്രം വരാൻ ഈ പാഠത്തിൽ സാധ്യതയുള്ളൂ. എന്നാൽ അടുത്ത യൂണിറ്റിൽ നമ്മുടെ ബഷീർ നീർനാഗം എന്ന പാഠഭാഗം, അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചുള്ള ജീവചരിത്രം അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ഒന്നുകിൽ ജീവിതരേഖ തന്നിട്ട് ജീവചരിത്രം എഴുതുക, അല്ലെങ്കിൽ അല്ലാതെ തന്നെ നമുക്കെന്താ സൂചകങ്ങൾ തന്നിട്ട് അതിൽ നിന്നും, അതായത് മനോപടം തയ്യാറാക്കുക എന്നൊരു പ്രവർത്തനമില്ലേ, അതേപോലെ തന്നെ അത് വരാൻ നല്ല സാധ്യതയുള്ളതാണ്. പിന്നെ ഇവിടെ നിർണാഗം എന്ന പാഠഭാഗത്ത് നിർണാഗത്തെക്കുറിച്ചൊരു വിവരണമുണ്ട്. നിർണാഗത്തെക്കുറിച്ച് എങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നത്? അതെന്താണ്? ചെറുവിരലിൻ്റെ 2 അടി നീളം, ചെറുവിരലിൻ്റെ വണ്ണം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നൊരു. അപ്പോൾ അവിടുത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് നിർണാഗത്തിൻ്റെ വിശേഷതകൾ വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ ഒരു വളരെ ചെറിയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത്, പിന്നെ ഒരു ബഷീറിൻ്റെ നാട്ടിലുള്ള ഒരു പാമ്പ് പിടുത്തക്കാരനെ വമ്പൻ എന്ന് അദ്ദേഹത്തിനുള്ള വിശേഷണമാണ് വമ്പൻ. എന്തിനാണ് വമ്പൻ എന്ന് പറയുന്നത് എന്നുള്ളത് അതിലൂടെ ഏതു മൂർഖനെ അദ്ദേഹം പിടിക്കാൻ മിടുക്കനാണ് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തെ വമ്പൻ എന്ന് പറഞ്ഞാൽ അതിസമർത്ഥൻ എന്നാണ് അർത്ഥം. അതൊരു ചെറിയ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെയാണ് നിർണാഗത്തിൻ്റെ വിശേഷതകൾ ബഷീറിൻ്റെ കണ്ണിൽ എങ്ങനെയായിരുന്നു എന്നുള്ള ചോദ്യം. ബഷീർ നിർണാഗത്തെ കുരുക്കിലാക്കിയത് എങ്ങനെയെന്നൊരു ഭാഗം അവിടെ വന്നിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്കൊരു നിങ്ങളാണെങ്കിൽ എങ്ങനെ ചെയ്യും, പക്ഷെ നിങ്ങളാണെങ്കിൽ നിങ്ങളൊന്നും ചെയ്യരുത്, കൂട്ടുകാരും ഈ ഒരു സാഹസത്തിനൊന്നും മുതിരരുത്, ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ എങ്ങനെയാണ് ആ നിർണാഗത്തെ കുരുക്കിയത് അതിൽ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് പാഠഭാഗമാണ്. നിങ്ങൾ സ്വയമായിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഗൈഡുകളെയോ അല്ലെങ്കിൽ മറ്റ് സഹായക പുസ്തകങ്ങളെയോ ഒന്നും നമ്മൾ ആശ്രയിക്കാൻ പാടില്ല. കാരണം അത് കുട്ടികളുടെ ചിന്താശക്തിയെ നശിപ്പിക്കുക. എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. അതായത് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട്, ജോലിയിൽ നിന്ന് വിരമിച്ചതാണെങ്കിൽ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് ഒരിക്കലും കുട്ടികളെ അങ്ങനെയുള്ള സഹായങ്ങളിലൂടെ അവർക്ക് ഒരു എന്താ പറയുക, ഒരു അധ്യയനം പാടില്ല. കാര്യം നിങ്ങൾ ഇപ്പോഴത്തെ നമ്മുടെ വിദ്യാഭ്യാസ രീതി അനുസരിച്ച് നമ്മൾ സ്വന്തമായിട്ട് കണ്ടെത്തുക, അത് നിങ്ങളെ വളരെ നല്ല ഒരു ലെവലിലേക്ക് എത്തിക്കും. കാണാതെ പഠിക്കുക എന്നൊരു രീതിയല്ല ഇപ്പോൾ. നമ്മൾ മനസ്സിലാക്കി, പച്ചയായിട്ട് പറഞ്ഞാൽ പ്രശ്നങ്ങൾ, നമ്മുടെ ചോദ്യം എന്ന് പറയുന്നതിന് ആധികാരികമായിട്ട് പറയാവുന്ന വാക്ക് പ്രശ്നം എന്നാണ്. പ്രശ്നത്തെ നമ്മൾ കണ്ടെത്തുക, ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുക. ഇത് തന്നെയാണ് നമ്മുടെ അധ്യയനത്തിൽ നമ്മൾ ചെയ്യണം. നമ്മൾ എന്താണ് അവിടെ വരാൻ പറ്റിയ ഒരു ചോദ്യം, ആ ചോദ്യത്തിന് എന്താവും ഉത്തരം എന്നുള്ളത് കൂട്ടുകാർ തന്നെ കണ്ടെത്തിയാൽ ഒന്നും ബൈഹാർട്ടാക്കേണ്ട ഒരു കാര്യവുമില്ല. കാര്യം നമ്മുടെ മനസ്സിൽ നിന്നും ഒരിക്കലും മാറില്ല. ബൈഹാർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു വരി എവിടെയെങ്കിലും, ഒരു വാക്ക് എവിടെയെങ്കിലും നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി ഭാവവും നമ്മൾ ഓട്ടോമാറ്റിക്കലായി മറന്നു പോകും.
അതേസമയം നമ്മൾ മനസ്സിൽ പതിഞ്ഞ കാര്യങ്ങൾ സ്വന്തമായിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ മറന്നുപോകില്ല. അതുപോലെ തന്നെ അതിൻ്റെ ഭാഷാ ശൈലിയും നമ്മൾ മറന്നുപോകില്ല. അത് ഏത് രീതിയിലാണ്, അങ്ങനെയാണ് കുട്ടികളിൽ ഭാഷ വളർത്തേണ്ടത്. അല്ലെങ്കിൽ സാഹിത്യപരമായി എഴുതാനാണെങ്കിലും കുട്ടികളിൽ അങ്ങനെയാണ് സാഹിത്യം വളർത്തേണ്ടത്. സ്വന്തമായി കണ്ടെത്തുക, അതാണ് വേണ്ടത്. അല്ലാതെ നമ്മുടെ സഹായകമായ ഒരു ഗൈഡുകളോ, പണ്ട് കാലത്തൊക്കെ എങ്ങനെയായിരുന്നു, ഗൈഡിൽ ചോദ്യം വരും, ഉത്തരം വരും, അത് കാണാൻ പഠിക്കും. അന്നത്തെ സമ്പ്രദായം അങ്ങനെയാണ്. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ പാഠപുസ്തകങ്ങളിലെ പ്രവർത്തനങ്ങൾ, അതുകൊണ്ടാണ് നമുക്ക് പഠന പ്രവർത്തനങ്ങൾ തരുന്നതും ആ പഠന പ്രവർത്തനം അതേപോലെ ചോദിക്കുകയല്ല പരീക്ഷയ്ക്ക് ചെയ്യുന്നത്. അതേപോലെ അത് ചെയ്ത ഒരു കുട്ടിക്ക് മറ്റൊന്ന് എഴുതാൻ വളരെ ഈസി ആയിരിക്കും. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യനോടൊപ്പം തന്നെ ആൻസർ പറയുന്ന രീതി അത്ര നന്നായിരിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇവിടെ അതാണ് ഞാൻ ആ ചോദ്യം പോലും പറഞ്ഞു പോകേണ്ട കാര്യമില്ല. കാര്യം ആ വായിക്കുന്ന പിന്നെ നമ്മൾ ഈ പാഠത്തെ വിശകലനം ചെയ്യണം. അതിൻ്റെ